വണ്ടർ വേൾഡിന്റെ ഈ ഒരു മോർണിംഗ് സെഷനിൽ എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞാന് ഒരു ദിവസം സ്ഥിരമായി പോവാറുള്ള ഒരു ഫുഡ് ഫെയർ, നമ്മൾ ഫാമിലി, മക്കൾക്കാണെങ്കിലും വൈഫിനാണെങ്കിലും എല്ലാവർക്കും അവർക്ക് ആവശ്യമായ ഫാൻസി ആൻഡ് ഫുഡ്വെയർ ഉൽപ്പന്നങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട്. താരതമ്യേന ഞങ്ങളുടെ ടൗണിൽ ലഭിക്കുന്ന മികച്ച ഒരു ഷോപ്പാണ്. നല്ല സെലക്ഷൻ ഉണ്ട്. വില അല്പം കൂടുതലാണെന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ പോലും നല്ല സർവീസാണ്. നമ്മോട് നല്ല ഒരു റിലേഷൻ, നല്ല സംസാരിക്കും, നമ്മൾ വന്നാൽ നമ്മളെ പരിഗണിക്കും. എല്ലാ രീതിയിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോപ്പ്. നമ്മൾ അവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമർ എന്ന രീതിയിലേക്ക് മാറി. ഒരിക്കൽ ഞങ്ങൾ കുറച്ച് ഷൂ, ചെരുപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങി. അന്ന് വൈഫിനോട് പറഞ്ഞു, നിങ്ങൾക്കൊരു സിൽവറിന്റെ റിങ്, അത് പറഞ്ഞു ഇത് വാങ്ങിക്കൂടെ. 1200 സംതിങ് ആയിരുന്നു അന്നതിന്റെ വില. ഒരു വെള്ളിയുടെ മോതിരം വാങ്ങി, സ്റ്റോൺ ഉള്ള ഒരു മോതിരമാണ്. അപ്പൊ ഞാൻ ഇട്ടിട്ടുണ്ട് ആ മോതിരം. ഈ മോതിരം വാങ്ങി ഒരു 3-4 മാസം കഴിഞ്ഞപ്പോ അതിന്റെ സ്റ്റോണ് നഷ്ടപ്പെട്ടു പോയി. എനിക്കത് അതിന്റെ സൈസും എല്ലാം കൊണ്ടും കംഫർട്ട് ആയിട്ടുള്ള ഒന്നായിരുന്നു. ആ സ്റ്റോണ് നഷ്ടപ്പെട്ടപ്പോൾ വലിയ സങ്കടമായി. മാറ്റി പുതിയതൊന്ന് വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിച്ചു, പക്ഷെ ഏതും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഞാൻ 1-2 ഷോപ്പുകളിലൊക്കെ പോയി ചോദിച്ചു, ഇതിലേക്ക് ഒരു പകരമായിട്ട് ഒരു സ്റ്റോൺ വെച്ച് തരാൻ സാധിക്കുമോ എന്ന് മറ്റു പല ഷോപ്പുകളിലും ജ്വല്ലറികളിലൊക്കെ ചോദിച്ചു. ഈ സിൽവറിന്റെ ജ്വല്ലറികൾ മാത്രം കൊടുക്കുന്ന ഷോപ്പിലും ചെന്ന് അന്വേഷിച്ചു. അവർ പറഞ്ഞു, ഇപ്പോ ഇതുപോലെ സ്റ്റോൺ ഉള്ള മോതിരമല്ല വരുന്നത്, ഒരു പ്ലേറ്റ് ആണ് വരുന്നത്. കണ്ട സ്റ്റോൺ ആണെന്ന് തോന്നും, പ്ലേറ്റുകളാണ് വരുന്നത്. ഇതിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺ കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഈ വാങ്ങിയ ഷോപ്പിൽ തന്നെ ഒന്ന് ചോദിച്ചാലോ. അവർ ആളുകളെടുത്ത് കൊടുത്താൽ ഒരു പക്ഷേ സ്റ്റോൺ കിട്ടാം. ഞാൻ ആ ഷോപ്പിലേക്ക് ചെന്നു. നമ്മൾ പരിചയമുള്ള, സ്ഥിരമായി പോകുന്ന ഷോപ്പാണ്. പക്ഷെ അവിടെ അന്ന് അതിന്റെ ഓണർ ഉണ്ടായിരുന്നില്ല. പകരം ഓണർ അവിടെ അതിന്റെ മാനേജ്മെന്റ് ഏൽപ്പിച്ചിരിക്കുന്നത് അവിടെ റിലേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു പയ്യനാണ്. അവനും നമ്മൾ പരിചയമുണ്ട്, നമ്മൾ സ്ഥിരമായി പോകുന്നതാണ്, എല്ലാം അറിയാം. ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, മോനെ, ഞാൻ ഇവിടുന്ന് വാങ്ങിയതായിരുന്നു ഈ മോതിരം, പക്ഷെ ഇതിന്റെ സ്റ്റോണ് നഷ്ടപ്പെട്ടു. ഇത്ര പറഞ്ഞപ്പോഴേക്ക് അവൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഈ മോതിരം ഇവിടുന്ന് വാങ്ങിയതല്ല. ഉടൻ അവന്റെ റിപ്ലൈ അതായിരുന്നു, ഈ മോതിരം ഇവിടുന്ന് വാങ്ങിയതല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല, ഇത് ഇവിടുന്ന് വാങ്ങിയതാണ്, ഞങ്ങൾ വേറെ കുറെ സാധനങ്ങൾ വാങ്ങിയ കൂട്ടത്തിൽ വാങ്ങിയതായിരുന്നു. ഇത് ഇവിടുന്ന് വാങ്ങിയതല്ല, നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും വാങ്ങിയതായിരിക്കും. അവൻ ഒട്ടും ഒരു ദയയില്ലാത്ത രീതിയിൽ ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാവാതെ അവൻ ഉടനടി ഇതേ മറുപടി തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിനക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല, ഞങ്ങൾ വാങ്ങിയ സമയത്ത് നീ അല്ല ഉണ്ടായിരുന്നത്. ആരുണ്ടായാലില്ലെങ്കിലും ഈ മോതിരം ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ല, ഇത് എനിക്ക് ഉറപ്പാ. അവൻ അങ്ങനെ തന്നെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ പറയുന്നത് എന്താന്ന് കേൾക്ക്. എനിക്ക് പകരം മോതിരം തരണം എന്ന് പറയാൻ വന്നതല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ടല്ലേ നീ റിപ്ലൈ പറയേണ്ടത്. നിങ്ങൾ എന്തിനാ ഇവിടുന്ന് വാങ്ങിയാന്ന് എന്തിനാ പറയുന്നത്? ഇങ്ങനെ ഒരു മോതിരം തന്നെ ഞങ്ങൾ ഷോപ്പിൽ വിറ്റിട്ടില്ല. നീ എന്താ ഇങ്ങനെ പറയും? നിനക്ക് എങ്ങനെ ഇത് ഉറപ്പ് പറയാൻ പറ്റും? ഇവിടുന്ന് വാങ്ങിയതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബില്ലൊന്ന് ചോദിച്ചാൽ പക്ഷെ എന്റെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല. അവൻ പറഞ്ഞു, ഞാനാണ് ഇവിടെ മോതിരം പർച്ചേസ് ചെയ്യുന്ന ആള്, ഫാൻസി ആയിട്ടും ഞാനാണ് പർച്ചേസ് ചെയ്യുന്ന ആള്.
എനിക്കറിയാം ഇങ്ങനൊരു മോതിരം ഞങ്ങൾ ഷോപ്പിൽ വെച്ചിട്ടില്ല എന്ന്. അവൻ അങ്ങനെ തന്നെ പറയുന്നു, വാശി പിടിക്കുന്നു. അപ്പൊ സ്വാഭാവികമായി നമുക്ക് ദേഷ്യം വരും. ഞാൻ അവനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ ഓണറോട് സംസാരിച്ചോളാം. അവൻ വീണ്ടും അത് പറഞ്ഞിട്ടും അവൻ എന്നെ വിടുന്നില്ല. അവൻ പറയാണ്, നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും വാങ്ങിയ മോതിരം കൊണ്ടുവന്നിട്ട് എവിടുന്ന് വാങ്ങിയ? ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ നിന്നോട് ഈ മോതിരം മാറ്റിത്തരണമെന്നോ നിങ്ങൾ തന്ന മോതിരത്തിന് കംപ്ലൈന്റ് ഉണ്ട് എന്ന് പറയാൻ വന്നതല്ല. സ്റ്റോൺ നഷ്ടപ്പെട്ടു, നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആളുടെ അടുത്ത് കൊടുത്താൽ ഇതിനൊരു പകരം സ്റ്റോൺ വെച്ച് തരുമോ എന്ന് ചോദിക്കാൻ, അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. അതിന് എത്രയാണോ പണം വരുന്നത് അതിന്റെ സർവീസ് ചാർജ് അടക്കി തരാൻ ഞാൻ തയ്യാറാണ്. ഇത് അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്? കുറെ മറ്റു പല കസ്റ്റമേഴ്സും ആ ഷോപ്പിലുണ്ട് ആ സമയത്ത്. അപ്പൊ ഞാൻ ഉടൻ അതിന്റെ ഓണറെ വിളിച്ചു. ഓണറെ വിളിച്ചിട്ട് ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് ഞാൻ ചോദിച്ചു. അതിന്റെ ഫോൺ കണ്ടപ്പോഴേ അയാൾ മനസ്സിലായി. അയാൾ എന്നെ ആ സാറേ എന്നൊക്കെ വിളിച്ചു അഭിസംബോധനം ചെയ്തു. ഞാൻ വല്ലാത്തൊരു പ്രഷറിൽ തന്നെയാണ് ഞാനുള്ളത്. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു 4 മാസം മുമ്പ് നിങ്ങളുടെ ഷോപ്പിൽ നിന്നൊരു മോതിരം വാങ്ങിയിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ, നിങ്ങൾ വാങ്ങിയിട്ടുണ്ടല്ലോ, എന്ത് പറ്റി? ഉടൻ അയാളുടെ റിപ്ലൈ അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ശരി, എന്നാൽ ശരി, ഷോപ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അപ്പൊ അയാൾക്ക് എന്തോ ഒരു പന്തികേട് ഫീൽ ചെയ്തു. അയാൾ ഉടൻ എന്നെ തിരിച്ചു വിളിച്ചു. അപ്പൊ ആ സമയത്ത് ഞാൻ ഫോൺ എടുത്തില്ല, ഞാൻ കട്ട് ചെയ്തു. അയാൾ വീണ്ടും വിളിച്ചു, എന്താണ് മാഷെ, എന്ത് പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞ, ഒന്നുമില്ല, ഇപ്പൊ ഈ സമയത്ത് നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്, ഞാൻ പിന്നെ വിളിക്കാം നിങ്ങളെ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. കാരണം അയാൾ നിരപരാധിയാണ്. പക്ഷെ ഞാൻ ഇവന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡും സംസാരവും കൊണ്ട് ഞാൻ അല്പം ഇമോഷണൽ ആയിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തോട് സംസാരിച്ചാലും ഒരുപക്ഷെ ആ ഒരു വൈകാരികമായ ടോണിലായിരിക്കും ഞാൻ സംസാരിക്കുക. അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു റിലേഷനെ അത് ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അയാളോട് പറഞ്ഞു, ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. അയാൾക്ക് കാര്യം എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് അയാൾ മനസ്സിലാക്കി. അയാൾ സ്റ്റാഫിനെ വിളിച്ചു, ഇത് ഏൽപ്പിച്ച മാനേജ് ചെയ്യാൻ ഏൽപ്പിച്ച പയ്യനെ വിളിച്ചു. അവരൊക്കെ വിളിച്ചിട്ടുണ്ടാവണം. ഞാൻ അവിടെ നിന്ന് പോന്നു. പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹം എന്നെ വീണ്ടും വിളിച്ചു. ഓണർ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ അത് നിങ്ങൾ വിടി, അത് അവൻ അറിയാത്തത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഈ ഒരു കാര്യം അന്വേഷിക്കാൻ വന്നതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഈ ഷോപ്പ് ഇതിന് ഉത്തരവാദിയല്ല എന്ന് എനിക്കറിയാം, അവന്റെ പ്രശ്നമാണ്. പക്ഷെ നിങ്ങളുടെ ഒരു ഷോപ്പ് അവനെ ഏൽപ്പിക്കുമ്പോ അവൻ കസ്റ്റമറോട് ഈ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് എങ്കിൽ, അവന്റെ ആറ്റിറ്റ്യൂഡ് ഇതാണ് എങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. നിങ്ങളുടെ ബിസിനസ്സിന് തീർച്ചയായും ബാധിക്കും. ഒരു കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ആ ഒരു പക്ഷെ നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ലെങ്കിൽ പോലും അങ്ങനെയല്ലല്ലോ അവൻ സംസാരിക്കേണ്ടത്. അതൊക്കെ ഒന്ന് അവന് പറഞ്ഞു കൊടുത്താൽ നന്നാവും എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് ഞാൻ പറഞ്ഞു. അയാൾ എന്തായാലും വിട്ടില്ല. അയാൾ പറഞ്ഞു, ആ മോതിരങ്ങൾ കൊണ്ടുവരണം, അത് ഞാൻ ശരിയാക്കി തരാം. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, അത്ര പ്രശ്നമുള്ള കാര്യമൊന്നല്ല. പക്ഷെ അയാൾ സാറ്റിസ്ഫൈഡ്. അയാൾ, ഞാൻ അങ്ങോട്ട് വരാം, എന്റെ വീട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞാൻ പറഞ്ഞു, അത് വേണ്ട, ഞാൻ കൊണ്ടുവന്ന് തരാം. ഞാൻ ആ ഷോപ്പ് തന്നെ കൊടുത്തു. അയാൾ അത് സർവീസ് ചെയ്ത് തന്നു, മറ്റൊരു സ്റ്റോൺ ഇട്ട് അതിന്റെ ക്യാഷ് ഒക്കെ കൊടുത്തു. ഞാൻ പറയുന്നത്, അതിനുശേഷം ആ ഷോപ്പിലേക്ക് എനിക്ക് പോവാൻ കഴിഞ്ഞില്ല എന്നതാണ്. എത്രയോ ആവശ്യങ്ങൾ വന്നിട്ടും മറ്റു പല ഷോപ്പുകളിലും നമുക്കറിയാം, ഞങ്ങളുടെ ടൗണിൽ നിന്ന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല കളക്ഷനും എല്ലാം ഉള്ള ഷോപ്പ് അതാണെന്ന് അറിഞ്ഞിട്ടും പിന്നീട് ഞങ്ങളുടെ ഫാമിലിക്ക് ആവശ്യമായ ഫുട്വെയറോ ഫാൻസിയോ ഇത്തരം സാധനങ്ങൾ വാങ്ങാൻ ആ ഷോപ്പിലേക്ക് പോവാൻ എനിക്ക് കഴിഞ്ഞില്ല. മാനസികമായി എന്തോ ഒരു അകൽച്ച. അപ്പോ ഞങ്ങൾ തമ്മിൽ ഓണറുമായി അത്രയും റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും ആ ഷോപ്പിലേക്ക് പോകുവാൻ മാനസികമായി എനിക്ക് പറ്റാതെയായി. അവിടെ ഒരു സ്ഥിരം കസ്റ്റമർ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഉണ്ടായിരുന്ന പലരും ഇദ്ദേഹത്തിന്റെ ഈ പയ്യന്റെ സംസാരം കേട്ട് അവരും ആകെ വണ്ടറായിട്ടിരിക്കുന്നുണ്ട്, എന്താ ഇവ ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, സമാനമായ അനുഭവങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന പല ആളുകൾക്കും ഉണ്ടാവും. നമ്മൾ ഒരു ഫിസിക്കൽ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നമ്മുടെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു ഷോപ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ സ്ഥിരമായി ആ ഷോപ്പിൽ തന്നെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ മാറ്റിയത്
അവിടെയുള്ള ആളുകളുടെ പെരുമാറ്റവും രീതികളും നമ്മളോടുള്ള പെരുമാറ്റ രീതികളായിരിക്കാം. ഒരുപക്ഷെ അവിടെയുള്ള പ്രൊഡക്റ്റുകളോ സെലക്ഷനോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളോ നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ പോലും സ്ഥിരമായി നമ്മളെ ആ ഷോപ്പിലേക്ക് തന്നെ കൊണ്ടുപോകുന്നത് അവിടുത്തെ ആ ഒരു കസ്റ്റമർ മാനേജ്മെന്റ് കാരണമായിരിക്കും. അത് അവർ പരിഗണിച്ചു എന്ന ഫീലിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സമാനമായ അനുഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. എന്നാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പെരുമാറ്റം നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, സംസാരം ഇഷ്ടപ്പെടാത്തത് കൊണ്ട്, എല്ലാ ക്വാളിറ്റികളും ഉണ്ടായിട്ടും നമ്മൾ അത്തരം ഷോപ്പുകളിലേക്ക് പോവാതെ മറ്റ് പല ഷോപ്പുകളും തെരഞ്ഞെടുത്ത അനുഭവവും പലർക്കും ഉണ്ടാവും. ഇതെല്ലാ ആളുകളിലും ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫിസിക്കൽ ബിസിനസ്സിൽ എന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ ബിസിനസ് മാത്രമല്ല, ട്രഡീഷണലായി നടത്തുന്ന ഏത് ബിസിനസ്സുകളിലും കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നത് ആ ബിസിനസിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണ പറയാറുണ്ട്, കസ്റ്റമർ ഈസ് ദ കിങ്. കസ്റ്റമർ ആണ് കിങ് എന്ന് പറയാറുണ്ട്. ആ കസ്റ്റമറെ നിലനിർത്തുക എന്നതും, ഒരിക്കൽ വന്ന കസ്റ്റമർ നമ്മുടെ സ്ഥിരം കസ്റ്റമർ ആക്കി മാറ്റുക എന്നത്, ആ കസ്റ്റമറെ നിലനിർത്തി കൊണ്ടുപോവുക എന്നത്, അവരെ നമ്മുടെ കസ്റ്റമറാക്കി മാറ്റുക എന്നത് ആ ബിസിനസ് നടത്തുന്ന ആളുടെ കഴിവ് പോലെയാണ്. അവരോടുള്ള സംസാരവും പെരുമാറ്റവും, ചില വിഷയങ്ങൾ പല വ്യത്യസ്തമായ ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ ഉണ്ടായിരിക്കും. വ്യത്യസ്തമായ ടെമ്പറിലായിരിക്കും, വ്യത്യസ്തമായ മൂഡിലായിരിക്കും പലരും വരിക. പക്ഷെ ആ സമയങ്ങളിലെല്ലാം നമ്മളുടെ ഇമോഷനുകളെ നമ്മൾ കൺട്രോൾ ചെയ്ത് ആ സിറ്റുവേഷനെ ഏറ്റവും മനോഹരമായി കൈകാര്യം ചെയ്ത് അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റിയാൽ അവർ നമ്മുടെ കസ്റ്റമറായി മാറും. ഇതൊരു ട്രഡീഷണൽ ബിസിനസ്സിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് ഒരു കസ്റ്റമറെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റും, അവരെങ്ങനെയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, അവരോടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെയൊക്കെ നിലനിർത്താൻ പറ്റും, ഇത് നമ്മുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് പരിചയമുള്ള, നമുക്കറിയുന്ന വിഷയമാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഏതൊരു ബിസിനസ്സിലും അതിന്റെ 3 പാർട്ടില് എന്ന് പറഞ്ഞാൽ, ഒന്ന് പ്രൊഡക്റ്റ് ആയിരിക്കും, മറ്റൊന്ന് അതിന്റെ ഓണറാണ്, മൂന്നാമത്തെ അതിലെ കസ്റ്റമറാണ്. ഈ ഒരു ട്രഡീഷണൽ ബിസിനസ്സിൽ പ്രൊഡക്റ്റിനേക്കാളും അതിന്റെ ഓണറെക്കാളും ഇമ്പോർട്ടന്റ് കസ്റ്റമർ തന്നെയാണ്. എന്നാൽ ചില പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, അത് യുണീക്ക് ആയിരിക്കും. അവിടെ കസ്റ്റമർ സർവീസ് അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആളുകൾ അവിടെ വരും, അവിടെ വരികയും ചെയ്യും. ഒരു സൗകര്യങ്ങളില്ലെങ്കിൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ധാരാളമായി ഈവനിങ് കഫേകളും അതുപോലെയുള്ള സ്നാക്സും ടീയും ഒക്കെ കൊടുക്കുന്ന ഷോപ്പുകളുണ്ട്. ചില ഷോപ്പുകളിൽ ഇരിക്കാൻ ഒരു സ്റ്റൂള് പോലും ഉണ്ടാവില്ല, അതിനുള്ള സ്പേസ് ഉണ്ടാവില്ല. പക്ഷെ ആളുകൾ അവിടെ നിൽക്കുന്നു, അവർക്ക് കിട്ടിയാൽ മതി, സാധനം കിട്ടിയാൽ മതി. ഇപ്പോ മമ്മൂട്ടി സാർക്കൊക്കെ അറിയാൻ പറ്റും, ഒന്ന് വയനാട് വളരെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ബന്ന്, ചീസോ അല്ല സർ, മമ്മൂട്ടി സാർ അങ്ങനെ എന്തോ ഒരു പ്രൊഡക്റ്റ് അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ ഞാൻ യൂട്യൂബുകളിലും മറ്റൊക്കെ ധാരാളമായി റീലുകളിൽ കാണുന്നുണ്ട്. ആ ഒരു ബന്ന് കിട്ടാൻ നേരത്തെ ബുക്ക് ചെയ്യണം, മണിക്കൂറുകൾ വെയിറ്റ് ചെയ്യണം. ഇതുപോലെ കുറേ സമയം അതിനു വേണ്ടി എഫേർട്ട് എടുത്താൽ നമ്മൾ അവരുടെ സർവീസ് അത്ര സാറ്റിസ്ഫൈ ആവണമെന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് ആ പ്രൊഡക്റ്റ് ആവശ്യമുണ്ട്, അതൊരു യുണീക്ക് പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചില കേസുകൾക്ക് ഇത് ബാധകമല്ല. ബാധകമല്ല എന്ന് പറഞ്ഞാൽ ഒട്ടും ശ്രദ്ധിക്കേണ്ടതില്ല എന്നല്ല പറയുന്നത്, എങ്കിൽ പോലും അവിടെ ബിസിനസ് നടക്കാറുണ്ട്. നേരെ മറിച്ച് ധാരാളമായി ലഭ്യമായ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നമ്മുടെ അടുത്ത് മാത്രമല്ല അതുള്ളത്, അതോ അല്ലെങ്കിൽ സമാനമായതോ അതിനേക്കാൾ മികച്ചതോ ആയ ധാരാളം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുമ്പോൾ ആ ഇത്രമാത്രം ചോയ്സുകൾ, കസ്റ്റമർക്ക് ധാരാളം ഷോപ്പുകൾ, ധാരാളം പ്രൊഡക്റ്റുകൾ ചോയ്സ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ അവരെ നമ്മുടെ കസ്റ്റമറാക്കി നിലനിർത്തുക എന്നത് ഏറെ ഇമ്പോർട്ടന്റ് ആയ വിഷയമാണ്, വലിയൊരു ടാസ്ക് കൂടിയാണ്. അപ്പൊ ഇന്നത്തെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത് തന്നെയാണ്. ധാരാളം പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണെന്ന്,
കസ്റ്റമറിന് സെലക്ട് ചെയ്യുവാൻ, ചൂസ് ചെയ്യുവാനുള്ള അവസരങ്ങൾ ഷോപ്പിലാണെങ്കിലും, ഷോപ്പിന്റെ വ്യത്യസ്തതകളിലാണെങ്കിലും, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റികളിലാണെങ്കിലും എല്ലാം ഒരുപാടുണ്ട്. അവിടെ അവർ എന്തുകൊണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് തന്നെ വരണം, അവർ എന്തുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റ് തന്നെ സെലക്ട് ചെയ്യണം, അത് തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ അതിന്റെ ഓണറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിസിക്കൽ പ്രൊഡക്റ്റ് ബിസിനസ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സിലുള്ള ഒരു സിസ്റ്റം ഇതാണ് എങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന ആളുകളാണ്. ഈ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ചെയ്യുമ്പോഴും ഈ ഒരു കസ്റ്റമർ ഡീലിംഗ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് ഭംഗിയായി കൊണ്ടുപോവുക എന്നത് ഈ ബിസിനസിന്റെയും വിജയത്തിന്റെ ഏറ്റവും വലിയ നിദാനമാണ്. അതുകൊണ്ട് കസ്റ്റമറെ എങ്ങനെ നമുക്ക് നമ്മുടെ കസ്റ്റമറാക്കി കൊണ്ടുപോവാം, അവരോടൊത്തുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നത് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രൊഡക്റ്റിനേക്കാളും പ്രധാനം കസ്റ്റമർ അവിടെ മാത്രമല്ല, ഇവിടെയും അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്റ്റ് സെല്ലിങ്ങിൽ പ്രൊഡക്റ്റുമുണ്ട്, അതിന്റെ കൂടെ തന്നെ പ്ലാനുമുണ്ട്. പ്രൊഡക്റ്റ് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ അതിന്റെ കൂടെ ഒരു ബിസിനസ് പ്ലാന് കൂടി നമുക്ക് അവതരിപ്പിക്കാനുണ്ട്. ഈ ബിസിനസ് പ്ലാനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രൊഡക്റ്റും ബിസിനസ് പ്ലാനുകളും ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രികളും ധാരാളമുണ്ട്. ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോഴാണ് ഇത്രമാത്രം ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രികൾ ഉണ്ടോ എന്ന് പോലും നമ്മൾ അത്ഭുതത്തോടു കൂടി നോക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ പ്രൊഡക്റ്റ് ഒരു യുണീക്കാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അത് യുണീക്ക് ആക്കുവാനുള്ള കാര്യങ്ങൾ അതിന്റെ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ സമാനമായ മേഖലയിൽ അതിന് തുല്യത പിടിക്കാൻ കഴിഞ്ഞാലോ ഇല്ലെങ്കിലും ധാരാളമായ പ്രൊഡക്റ്റുകളുണ്ട്, വ്യത്യസ്തമായ പ്രൊഡക്റ്റുകളുണ്ട്. നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ ധാരാളം പ്രൊഡക്റ്റുകൾ ഡയറക്റ്റ് സെല്ലിങ്ങിൽ പ്രൊഡക്റ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ പ്ലാനുകളുണ്ട്, ഇൻകം പ്ലാനുകൾ. ഈ പ്ലാനുകളെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ചോയ്സ് ഉണ്ട്. ഇവിടെ ഏത് കമ്പനിയിൽ വേണമെങ്കിലും അവർക്ക് സെലക്ട് ചെയ്യാം. അവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പറ്റുമെന്ന് തോന്നുന്ന, ഇത് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന ബിസിനസ് പ്ലാനും അതോടൊപ്പം തന്നെ അവർക്ക് ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റും അതിനെ ഭംഗിയായി റൺ ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജ്മെന്റ് ആണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവർ ആ മേഖലയിലേക്ക് പോകും. ഇവിടെ പ്രൊഡക്റ്റിന്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഇത് രണ്ടും നന്നാവണം, പ്ലാനും നന്നാവണം, അതോടൊപ്പം പ്രൊഡക്റ്റും നന്നാവണം. ചില ഇൻഡസ്ട്രികളിൽ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും, പക്ഷെ ഇൻകം പ്ലാൻ അത്രത്തോളം വർക്കൗട്ട് ചെയ്യാൻ എളുപ്പമുള്ളതാവണമെന്നില്ല. അവിടെ കസ്റ്റമർ ഈ കാര്യങ്ങൾ നന്നായി പഠിക്കും. അതുകൊണ്ട് തന്നെ ഉപയോഗിക്കുന്നവനെ മാത്രമല്ല, എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫിസിക്കൽ ബിസിനസ്സിൽ ഒരു ഉപഭോക്താവിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കസ്റ്റമർ എന്ന് പറയുമ്പോൾ അയാൾ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നു, അത് ഉപയോഗിക്കുന്നു. ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വരുമ്പോൾ ഉപഭോക്താവ് മാത്രമല്ല അവര് അതിന്റെ കൂടെ തന്നെ ഒരു പ്രൊമോട്ടർ കൂടിയാണ്. നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന, നമ്മിൽ നിന്നും പ്രൊഡക്റ്റ് വാങ്ങുന്ന ആള് ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല വാങ്ങുന്നത്, അതിന്റെ കൂടെ ആ പ്രൊഡക്റ്റിന്റെ ഒരു പ്രൊമോട്ടർ കൂടിയാണ് അദ്ദേഹം. അപ്പൊ എന്റെ കൂടെ, അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കേട്ട് ഈ പ്ലാൻ മനസ്സിലാക്കി അത് വാങ്ങാൻ തയ്യാറാകുന്ന ആള്, അയാൾ വെറും എൻ്റെ ഒരു കസ്റ്റമർ മാത്രമല്ല, അയാൾ അതിന്റെ പ്രൊമോട്ടർ കൂടിയാണ്. ഈ ഒരു വ്യത്യാസമാണ് ഡയറക്റ്റ് സെല്ലിങ്ങിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രൊമോട്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ നമ്മൾ കസ്റ്റമർ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂടെ വന്ന ആള്, അയാൾ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നു, ചിലപ്പോൾ ഉപയോഗിക്കണമെന്നുമില്ല. അയാൾ അതിനെ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അതിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അതിന് താഴെ വരുന്നു. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിന് താഴെ വന്ന ആളെ സംബന്ധിച്ചിടത്തോളം മുകളിലുള്ള ആൾ അപ്ലൈൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ലീഡറെ പോലെയാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം അതിന് താഴെ വരുന്ന ആളാണ് അദ്ദേഹത്തിന്റെ കസ്റ്റമർ എന്ന് പറയുന്നത്. ഡൗൺലൈനുകളാണ് കസ്റ്റമർ ആയിട്ട് നമ്മളിവിടെ പരിഗണിക്കുന്നത്. അപ്പൊ താഴേക്ക് ഇതിങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഇതൊരു ടീമായി ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോ ഇവിടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നു, അതിന്റെ കൂടെ തന്നെ ആ പ്രൊഡക്റ്റിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പൊ ഒരിക്കലും അവരെന്തല്ല ഒരു യൂസിങ് കസ്റ്റമേഴ്സ് മാത്രമല്ല, ഒരു പ്രൊമോട്ടിങ് കസ്റ്റമേഴ്സ് കൂടിയാണ്. അപ്പൊ ഈ പ്രൊമോട്ടിങ് കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിനെ എങ്ങനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം, വന്നവരെ എങ്ങനെ നമുക്ക് നിലനിർത്താം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പല ആളുകളും ഡയറക്ട് സെല്ലിംഗ് തന്നെ പറയുന്നത് കേൾക്കാറുണ്ട്, പ്ലാനൊക്കെ ഉഷാറാ, പ്രൊഡക്റ്റ് അടിപൊളിയാ, പക്ഷെ എന്റെ ഡൗൺലൈൻ എന്റെ അപ്ലൈൻ ഉണ്ടല്ലോ, അയാളെ കൂടെ ശരിയാവില്ല. ഞാൻ അയാളെ കീഴിലാണ് ജോയിൻ ചെയ്ത് കുടുങ്ങിപ്പോയി. വേറെ ചില ആളുകൾ ചോദിക്കും, അതേ സെയിം കമ്പനിയിൽ തന്നെ നമ്മുടെ അപ്ലൈനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, അതിന് വല്ല ഓപ്ഷൻ ഉണ്ടോ? എന്ത് പ്രശ്നം? നിങ്ങൾക്ക് നിങ്ങൾ ബിസിനസ് ആയിട്ട് പോയാൽ പോരെ. അല്ല, അത് ശരിയാവുന്നില്ല. അത് ശരിയാവുന്നില്ല. എന്തേ ശരിയാവുക? അപ്ലൈനിൽ നിന്ന് അഥവാ ലീഡറിൽ നിന്നും താഴെയുള്ള കൂടെ വന്നവർക്ക് കിട്ടേണ്ട ചില പരിഗണനകളും ചില സഹായങ്ങളും അവർക്ക് ലഭിക്കുന്നില്ല എന്ന, സപ്പോർട്ട് കിട്ടുന്നില്ല എന്നതാണ് അതിന് വലിയ പ്രധാനമായി കാരണമായി അവർ പറയാറുള്ളത്. അത് അത് സ്വാഭാവികമായും വളരെ എനർജറ്റിക്കായി ഡൈനാമിക്കായി വർക്ക് ചെയ്തിരുന്ന ആളുകളെ പോലും അവിടെ അപ്ലൈനിന്റെ ചില പെരുമാറ്റങ്ങളും രീതികളും കൊണ്ട് ഈ ഒരു ബിസിനസ് തന്നെ ഒഴിവാക്കി പോകുവാൻ പലപ്പോഴും കാരണമാവാറുണ്ട്. ഡയറക്ട് സെല്ലിങ്ങിലും മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ വന്നവരെ, നമ്മുടെ കൂടെ വന്നവരെ കൂടെ നിർത്തുവാൻ, ആ ഒരു ബന്ധം, ആ റിലേഷൻഷിപ്പ് നിലനിർത്തുക, അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് നിർത്തുവാൻ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കൂടെ വന്നവരെ കേൾക്കാൻ നമ്മൾ തയ്യാറാവുക എന്നതാണ്. ലിസണിങ് എന്ന് പറയുന്നത് ഒരു വലിയ കപ്പാസിറ്റിയാണ്, വലിയ ഒരു ക്വാളിറ്റിയാണ്. അത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിലാണെങ്കിലും ലിസണിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. പക്ഷെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരിൽ അധികം ആളുകൾക്കും കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കാനാണ് ഇഷ്ടം. സംസാരമായിരിക്കും ആളുകൾ കൂടുതൽ ഉണ്ടാവും. ഒരാൾ തന്നെ നിരന്തരം ഒരു ഗ്രൂപ്പിൽ ഒരാൾ തന്നെ നിരന്തരം സംസാരിക്കുമ്പോൾ നമ്മൾ സാധാരണ അത്തരക്കാരെ പല രീതിയിൽ ഓരോ പ്രദേശത്തിനനുസരിച്ച് നമ്മൾ അവരെ കുറിച്ച് പറയാറുണ്ട്. അവൻ മൈക്ക് വിട്ടു തരില്ല, ഓ അവൻ വരുന്നുണ്ട് ഇനിയിപ്പോ വേറെ ആരും നോക്കണ്ട, ഇങ്ങനെ നമ്മൾ പറയാൻ എന്താ, അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അവർ വേറെ ആരും പറയുന്നത് കേൾക്കാൻ തയ്യാറാവില്ല. ഇനി ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ കയറിയിട്ട് അവരെന്ത് ചെയ്യും, ആ വിഷയത്തെ ഡൈവേർട്ട് ചെയ്തിട്ട് അവരുടെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും. അപ്പൊ കേൾക്കാൻ ആളുകൾക്ക് പൊതുവെ പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ താല്പര്യം കുറവായിരിക്കും. പറയാനാണ് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. യഥാർത്ഥത്തിൽ മനുഷ്യർ കൂടുതൽ കേൾക്കുകയും അല്പം സംസാരിക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാവാം ദൈവം നമുക്ക് രണ്ട് ചെവിയും ഒരു നാവും തന്നത്. സംസാരം കുറക്കാനും, രണ്ട് ചെവി കൊണ്ട് കേൾക്കാനും, ഒരു നാവ് കൊണ്ട് സംസാരിക്കാം. അപ്പൊ സംസാരം കുറവും കേൾക്കൽ കൂടുതൽ ഉണ്ടാവണം എന്നതാവാം അതിന്റെ ഒരു അന്തസത്ത എന്ന് വിചാരിക്കാം നമുക്ക്. എനിവേ, ഞാൻ സൂചിപ്പിച്ചത് കേൾക്കുക എന്നത്, ഈ ലിസൺ എന്ന് എഴുതിയിട്ട് നിങ്ങൾ ലിസൺ എന്നതിലെയും സൈലന്റ് എന്നതിലെയും വേർഡുകൾ ഇങ്ങനെ അക്ഷരങ്ങൾ കട്ട് ചെയ്താൽ അത് സെയിം ആയിരിക്കും. സെയിം ആൽഫബറ്റുകളാണ് ലിസണും സൈലന്റും. Am I correct, ബിജു സർ? അല്ലേ? മാറ്റണ്ടോ? യെസ്. അപ്പോ നമ്മൾ കേൾക്കാൻ തയ്യാറാകുമ്പോ സ്വാഭാവികമായും അവിടെ സൈലൻസ് ഉണ്ടാവും, ശാന്തത ഉണ്ടാവും. അപ്പൊ അത് വലിയ ക്വാളിറ്റിയാണ്. പലർക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത വലിയൊരു കപ്പാസിറ്റിയാണ് മറ്റുള്ളവരെ കേൾക്കുക എന്നത്. അത് നമ്മുടെ വ്യക്തി ജീവിതത്തില്, കുടുംബ ജീവിതത്തില്, നമ്മുടെ സാമൂഹികമായ ഒരു ഗ്രൂപ്പില്, എവിടെയാണെങ്കിലും, നമ്മുടെ വർക്ക് പ്ലേസില്, എവിടെയാണെങ്കിലും കൂടെയുള്ളവരെ കേൾക്കാൻ തയ്യാറാവുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയെ അത് ഉയർത്താൻ സഹായിക്കും. ബിസിനസ്സിലേക്ക് തന്നെ വരാം. നമ്മളിപ്പോ ഇതുവരെ സൂചിപ്പിച്ച ഡയറക്ട് സെല്ലിങ്ങിൽ നമ്മുടെ കൂടെയുള്ളവരെ എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവാം, നമ്മുടെ ആളുകളാക്കി മാറ്റാം. അതിൽ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് അവരെ കേൾക്കുക എന്നതാണ്. അവർക്ക് പല പ്രശ്നങ്ങളും പറയാനുണ്ടാവും, അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവാം മുന്നോട്ടുള്ള പ്രയാണത്തിൽ.
ഒന്നുകിൽ പ്രൊഡക്റ്റിനെ കുറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാം, പരാതികൾ ഉണ്ടാവാം, മനസ്സിലാവാത്തതുണ്ടാവാം, എങ്ങനെ ഇത് ഉപയോഗിക്കണമെന്ന് മനസ്സിലാവാത്തതുണ്ടാവാം, പലതും ഉണ്ടാവാം. അവരിത് പറയുമ്പോ അവരെന്താണ് പറയുന്നത് എന്ന് കേൾക്കുക. അതുപോലെ തന്നെ അവർക്ക് പല ആ, ഇപ്പൊ ഒരു ഡ്യൂപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് ഒരു ടീം ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടാവും. നമ്മൾ അവർക്ക് ചില അച്ചീവ്മെന്റുകൾ, ചില ടാർഗറ്റുകൾ കൊടുക്കുമ്പോൾ അത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് പല പരാതി, എന്തുകൊണ്ട് അത് പറ്റിയില്ല എന്ന് ചോദിക്കും. പല പരാതികൾ അവർ പറയും, പല കാരണങ്ങൾ പറയും. ആ കാരണങ്ങൾ ഒരു പക്ഷെ നമുക്ക് അത്ര ആപ്റ്റ് ആയിട്ട് ശരിയായിട്ട് തോന്നണമെന്നൊന്നുമില്ല. എങ്കിൽ പോലും അവർ പറയുന്നതൊന്ന് കേൾക്കാൻ, അതുപോലെ തന്നെ അവർക്ക് ചില സജഷൻസുകൾ ഉണ്ടാവും. അതിങ്ങനെ ചെയ്തുകൂടെ, നമുക്ക് ഇങ്ങനെ ആക്കാം. അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് മുമ്പേ ആലോചിക്കുകയും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും അതിനെക്കുറിച്ചുള്ള അനാലിസിസ് ഒക്കെ നടത്തിയതിന് ശേഷം അതിനേക്കാൾ നല്ലത് ഇതാണ് എന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മൾ ഒരു പുതിയ വേ തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക. പക്ഷെ അവർ നമ്മൾ മുമ്പേ ആലോചിച്ച് തീരുമാനിച്ച് ഒഴിവാക്കിയ ഒരു കാര്യമായിരിക്കും അവരുടെ ഒരു ഓപ്ഷൻ ആയിട്ട് അവർ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. അപ്പോൾ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത, അതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞ് തള്ളണ്ട, ഒന്ന് കേൾക്കാം. അവർ ഒരുപാട് ആലോചിച്ചിട്ടായിരിക്കും ഒരു പുതിയ ഐഡിയ ആയിട്ടായിരിക്കും അവർ കൊണ്ടുവരുന്നത്. അപ്പൊ അന്ന് കേൾക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞത് കേട്ടുട്ടോ, കേട്ടതിന് ശേഷം നമുക്ക് ആലോചിക്കാം, സംഗതിക്ക് നല്ല ഉഷാറാണ്, എന്നാൽ നമുക്ക് പറ്റുമോ എന്നതൊന്നും നമുക്കൊന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞാൽ മതി. പിന്നീട് നമുക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും, അതിന് ഇനി പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ അതിനേക്കാൾ നല്ലത് നമുക്ക് ഇതായിരിക്കും. ഇത് ഞാനല്ല തീരുമാനിക്കുന്നത്, ഞാൻ ലീഡറല്ലേ, അപ്പൊ അതൊക്കെ എനിക്കറിയാം, നിങ്ങൾ ആരും പറഞ്ഞു തരേണ്ടതില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് അല്ല, ആ ഒരു രീതിയിലാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് നിരാശ ഉണ്ടാവും. അവരെ ഒട്ടും പരിഗണിച്ചില്ല എന്നുള്ള ഒരു തോന്നൽ അവിടെ കടന്നു വരും. അപ്പൊ ഒന്നാമതായി നമുക്കുണ്ടാവേണ്ട ക്വാളിറ്റി, ലീഡേഴ്സ് എന്ന രീതിയിൽ നമ്മുടെ ടീമിനെ നിലർത്തിക്കൊണ്ടുപോവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരെ കേൾക്കാൻ തയ്യാറാവുക എന്നതാണ്. അത് ആ ഒരു കേൾവിയിൽ നിന്നാണ് അവർ പറയുന്നത് എത്ര തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അവരെ കേൾക്കുന്നതിലൂടെ നമ്മളോടുള്ള ഒരു ബന്ധം അവർക്കുണ്ടാവും. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സംഗതിയൊക്കെ എന്താണെങ്കിലും നമ്മൾ പറയുന്നത് അയാൾ കേൾക്കൂട്ടോ, കേൾക്കാൻ തയ്യാറാവും, അതിന് സമയം തരും. പല പൊളിറ്റീഷ്യൻസിനെ കുറിച്ച്, വലിയ ലീഡേഴ്സിനെ കുറിച്ച് പോലും ഇത്തരം കാര്യങ്ങൾ പറയണ്ട. അത്ര ബിസി ആണെങ്കിലും നമ്മളൊരു കാര്യം ചെന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ അയാൾ സമയം കാണും കേട്ടോ. അതൊരു വലിയ ക്വാളിറ്റി ആയിട്ട് എടുത്തു പറയാറുണ്ട്. അത് വലിയ ക്വാളിറ്റി തന്നെയാണ്. അപ്പൊ നമ്മൾ കേൾക്കാൻ തയ്യാറാവുക. രണ്ടാമത്തത് അവരെ മനസ്സിലാക്കുക എന്നതാണ്. നമ്മൾ നമ്മളെ തന്നെ നോ യുവർ സെൽഫ്, അതിന്റെ കൂടെ തന്നെ അവരെ കൂടി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും, ഓരോ ഇൻഡിവിജ്വലും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും വ്യത്യസ്തരാണ്, ആരും ഒരാളെ പോലെയില്ല. അവിടെ നമ്മുടെ കൂടെയുള്ള 10 ആളാണ് എങ്കിൽ ആ 10 പേരുടെയും സ്വഭാവത്തെ നമ്മളൊന്ന് അനലൈസ് ചെയ്താൽ മതി. അവരുടെ സംസാര രീതികള്, പെരുമാറ്റ രീതികള്, അവരുടെ ആറ്റിറ്റ്യൂഡുകള്, എല്ലാം, അവരുടെ റെസ്പോൺസ് എല്ലാം വ്യത്യസ്തമായിരിക്കും. ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒരുപോലെ റെസ്പോണ്ട് ചെയ്യുമോ? ഇല്ല. ഒരുപോലെയാണോ മറുപടി പറയാ? അല്ല. ചിലര് എല്ലാം കേൾക്കും, പക്ഷെ ഒരു മറുപടിയും പറയില്ല. നിങ്ങൾ തീരുമാനം പറയണട്ടോ എന്ന് പറഞ്ഞാലും പറയില്ല. പിന്നെ അവരെ പേഴ്സണെ വിളിക്കുമ്പോഴേക്കാരം ഞാൻ അപ്പൊ കണ്ടില്ലേ, കണ്ടിരുന്നു, ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നു, അല്ലെ? ആ വിചാരം ഇങ്ങനെ ഉണ്ടാവും, പക്ഷെ പറയില്ല. അപ്പൊ അവരെ നമ്മൾ പേഴ്സണൽ തന്നെ ചോദിക്കേണ്ടി വരും. അപ്പൊ ഈ ഓരോരുത്തരെയും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള, അവരെല്ലാവരും വ്യത്യസ്തരാണ് എന്നും അവരുടെ സ്വഭാവം എന്താണ് എന്നും അവരുടെ ഒരു ക്യാരക്ടർ എന്താണ് എന്നും അവർ ഏത് രീതിയിലൊക്കെയാണ് അവർ പ്രതികരിക്കുക എന്നത്, അതെല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുമ്പോ ഓരോരുത്തരോടും അതിൻ്റെതായ രീതിയിൽ പെരുമാറിയാൽ മതി. അപ്പൊ നമ്മൾ എല്ലാവരോടും ഒരേ രീതിയിലല്ല സംസാരിക്കേണ്ടത്. ചില ആളോട് വേറെ രീതിയിൽ സംസാരിക്കേണ്ടി വരും, ചിലർ കുറച്ചുകൂടി പരിഗണിക്കേണ്ടി വരും, മറ്റു ചിലരോട് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് മതിയാവും, വേറെ ചില ആളുകൾക്ക് എന്നെ വിളിച്ച് പറഞ്ഞില്ല എന്നുള്ള ഫീലിംഗ് ഉള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ ഓരോരുത്തരെയും നമ്മൾ കൃത്യമായി അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ സ്വഭാവം, പെരുമാറ്റം ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുക, അവരെ തിരിച്ചറിയുക. ആ തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ നമ്മളിങ്ങനെ ദൂരെ നിന്ന് മാത്രം വീക്ഷിക്കുക എന്നതല്ല. ഞാൻ എപ്പോഴും ഒരു അപ്ലൈൻ ആണ് എന്ന ഒരു ഫീലിംഗിൽ നമ്മളൊന്ന് മാറി നിൽക്കുക. നമ്മൾ ലീഡർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സുപ്പീരിയർ
പദവിയിൽ ഇങ്ങനെ ഇരുന്ന് മറ്റുള്ളവരെങ്ങനെ കൺട്രോൾ ചെയ്യുക, ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ നമ്മൾ മാറണം. നമ്മൾ ഒന്നാണ് എന്നൊരു ഫീലിംഗ്, ഒരു വി ഫീലിംഗ് നമ്മുടെ കൂടെയുള്ളവർക്ക് കൊടുക്കാൻ കഴിയണം. ഞാനും നിങ്ങളിൽ ഒരാളാ, നമ്മൾ ഒന്നാ എന്ന ഒരു ഫീലിംഗ് അവരിലേക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ ചേർത്ത് പിടിക്കലിലൂടെയാണ് ആ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ രണ്ടാമത് നമുക്ക് ഉണ്ടാവേണ്ടത്, ഒന്ന് ഞാൻ പറഞ്ഞു, അവരെ കേൾക്കാൻ തയ്യാറാവുക. രണ്ട്, നമ്മൾ അവരെ മനസ്സിലാക്കുക എന്ന അവരുടെ വ്യത്യാസങ്ങൾ, ആ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്താണ്, അവരുടെ സ്കിൽ എന്തൊക്കെയാണ്, അവരുടെ ആറ്റിറ്റ്യൂഡുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയതിൽ നിന്ന് അതിനനുസൃതമായി വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഓരോരുത്തരെയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോ അവരൊത്തുള്ള ആ ഒരു റിലേഷൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അവർ നമുക്ക് റെസ്പെക്ട് തരും, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകും. മൂന്നാമതായി നമുക്കുണ്ടാവേണ്ടത്, അവരെ ഓരോരുത്തരെയും ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ തന്നെയാണ്, ഇൻഡിവിജ്വലായിട്ട് തന്നെ അവർക്ക് കൊടുക്കേണ്ട ഓരോരുത്തരെയും ഏത് രീതിയിലാണോ പരിഗണിക്കേണ്ടത് ആ കാര്യമാണ് മൂന്നാമതായി ചെയ്യേണ്ടത്. അതിപ്പോ എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നമ്മൾ അവരെ പേര് വിളിച്ച് അഭിസംബോധനം ചെയ്യുന്നത് പോലും അവര് വലിയ ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരാളെ കാണുമ്പോൾ, ഇപ്പോ നമ്മളെ കൂടെയുള്ള ആളോട് തന്നെ നമ്മൾ 4 തവണ പേര് ചോദിക്കുന്നു. നമ്മൾ കൂടെയുള്ള ആൾ, എന്തിനു പേര് ഞാൻ മറന്നല്ലോ. മറവി ഉണ്ടാവാം, പക്ഷെ നമ്മുടെ കൂടെയുള്ളവരുടെയെങ്കിലും പേരും അവരെ കുറിച്ചുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു അറിവ് നമുക്ക് ഉണ്ടാവണം. അപ്പൊ ഒരു പ്രശ്നം പറഞ്ഞു, ഒരു ചെറിയ അസുഖമാവാം. അവര് അസുഖമായിരുന്നു, 4 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു, കുറച്ച് ദിവസം മരുന്നൊക്കെ കഴിച്ച് വീട്ടിൽ റെസ്റ്റ് ആയിരുന്നു. നമ്മളോട് അത് പറഞ്ഞിരുന്നു, പക്ഷെ നമ്മളത് മറന്നുപോയി. അവരൊന്ന് വിളിച്ചിട്ട്, അല്ല എന്തായി അസുഖം, സുഖമുണ്ടോ, മരുന്നൊക്കെ ഉണ്ടോ, ശരിയായില്ലേ, ഒരു അന്വേഷണം. നമ്മൾ മറന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പിന്നെ കാണുമ്പോ, എവിടെ ഒരാഴ്ച ഓഫാണല്ലോ, വാട്സപ്പിലൊന്നും കണ്ടില്ലല്ലോ, എന്താ ഗ്രൂപ്പിലൊന്നും വരാത്തത് എന്ന് ചോദിക്കുമ്പോ അയാൾ ഉണ്ടാക്കുന്ന ഫീലിംഗ് എന്താ, നമ്മളിവിടെ അസുഖമായി കിടന്നത് പോലും മൂപ്പർക്ക് ഓർമ്മയില്ല, അയാൾക്ക് അയാളെ ബിസിനസ് മാത്രമേ ഉള്ളൂ. അതിന് പകരം നമ്മൾ അയാൾക്ക് അസുഖമായിരുന്നു എന്നത് ഓർത്തു വെക്കണം. അയാളെ വീട്ടിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഫാമിലി എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ നമ്മളോട് ഷെയർ ചെയ്തിരുന്നോ, ആ പ്രശ്നത്തിൽ ഒരു വാക്ക് കൊണ്ടുള്ള ഒരു ഇടപെടലെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മതി. അപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരുത്തരെയും നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാലാമത്തെ പോയിന്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് ആയി പറയാനുള്ളത്, ഒരു പോസിറ്റീവ് ലാംഗ്വേജ്, ഒരു പോസിറ്റീവ് ടോൺ നമ്മുടെ സംസാരത്തെ നമ്മൾ കൊണ്ടുവരിക. അവരോട് പോരായ്മകളോ പ്രശ്നങ്ങളോ ഒക്കെ കാണുമ്പോഴേക്ക് എടുത്തു ചാടി ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാതിരിക്കുക. ഒരു പക്ഷേ അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അവർ ചെയ്യാത്തത് കൊണ്ടുണ്ടാകുന്ന ഇമോഷൻ നമുക്ക് വരാം. അത്തരം സന്ദർഭങ്ങളിൽ പരമാവധി കോളുകൾ ഒഴിവാക്കുക. വാട്സപ്പിൽ തന്നെ നമ്മൾ മെസ്സേജ് കൊടുക്കുമ്പോൾ വോയിസ് ഒഴിവാക്കുക, ടെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി. അത് നമ്മൾ എല്ലാ റിലേഷൻഷിപ്പിലും നമ്മൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന റിപ്ലൈകള് ടൈപ്പ് ചെയ്ത് അയക്കുക, വോയിസ് ആയിട്ട് ചെയ്യാതിരിക്കുക. കാരണം വോയിസിൽ നമ്മുടെ ഇമോഷൻ അത് പ്രകടമാവും. ഇനി നമ്മൾ പറഞ്ഞ ടോൺ ആവണമെന്നില്ല, അവർ ഏത് ഇമോഷനിൽ ഏത് മൂഡിലാണോ ഉള്ളത് അവർ കേൾക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ബന്ധം എത്രത്തോളം കൂടുതലാണോ അതിനനുസരിച്ച് അത് ഫീൽ ചെയ്യും. നമ്മൾ പറയല്ലേ, എനിക്കത് പറഞ്ഞതിലല്ല പ്രശ്നം, പക്ഷെ അവൻ എന്നോട് അത് പറയാൻ പാടില്ലായിരുന്നു, അത് പറഞ്ഞതല്ല പ്രശ്നം, പക്ഷെ അവൻ എന്നോട് പറഞ്ഞതാണ് പ്രശ്നം. പറയേണ്ടത് തന്നെ ആയിരിക്കാം. അപ്പോ പറയേണ്ട കാര്യം നമുക്ക് പറയാം. അപ്പൊ ഏറ്റവും നല്ലത് റിലേഷൻഷിപ്പിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരമാവധി വോയിസുകൾ ഒഴിവാക്കുക. അത്തരം സന്ദർഭങ്ങൾ നമ്മൾ ഇമോഷണലായി അല്പം പിന്നെ വൈകാരികമായി നിൽക്കുന്ന സമയത്ത്, ഇപ്പൊ ദേഷ്യം വന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ റിപ്ലൈ കൊടുത്താൽ ആ റിപ്ലൈ ഭയങ്കര കനണ്ടാവും. അപ്പൊ ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ ചെയ്യുന്നത് നമ്മുടെ സെയിം ഇമോഷനിലാണ്, പക്ഷെ വായിക്കുന്ന ആൾക്ക് ആ ഇമോഷൻ ഫീൽ ചെയ്യൂല. അപ്പൊ ഒരു നോർമൽ സംസാരമായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പോസിറ്റീവ് ലാംഗ്വേജ് എപ്പോഴും
നമ്മുടെ സംസാരത്തിൽ എപ്പോഴും, ഇനി ഈ ഒരു ഫീലിങ്ങിന്റെ സമയത്ത് മാത്രമല്ല കേട്ടോ, ഏത് സമയത്തും നമ്മൾ നമ്മുടെ കൂടെയുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാവരുത് നമ്മൾ സംസാരം. മടുത്തു, ഞാൻ ഒഴിവാക്കുക, എന്താ വരുമാനമൊക്കെ വരുന്നുണ്ട്, ബിസിനസ് ഒക്കെ നടക്കുന്നു, പക്ഷെ എന്താ അറിയില്ല, ഒരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. ലീഡർ എപ്പോഴും ഇങ്ങനെ, അയാളുടെ വോയിസ് കേൾക്കാൻ തന്നെ, നമ്മളിട്ട വോയിസ് പോലും പലപ്പോഴും റീഡ് ചെയ്യാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ സംസാരം എപ്പോഴും നെഗറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എപ്പോഴും കുറ്റം പറയുന്ന രീതിയിലുള്ള രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ വോയിസ് പോലും അവർ കേൾക്കുന്നുണ്ടാവില്ല. നേരെ മറിച്ച് എന്ത് പ്രശ്നം ഉണ്ടായാലും അയാൾ എന്ത് ചെയ്യും, അതൊക്കെ മാനേജ് ചെയ്യും, ഒരു പോസിറ്റീവ് എനർജി നമുക്ക് തരും എന്നൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ നമ്മുടെ സംസാരത്തിൽ ഒരു പോസിറ്റീവ് ലാംഗ്വേജ്, അതുപോലെ ഒരു പോസിറ്റീവ് ടോണ്, അത് നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. അതിന് പറ്റിയൊരു വഴിയാണ് ഞാൻ പറഞ്ഞത്, വൈകാരികമായി നിൽക്കുന്ന സമയത്ത് വോയിസ് ഒഴിവാക്കി ടെക്സ്റ്റ് മെസ്സേജുകൾ കൊടുക്കുക എന്നത്. അതുപോലെ തന്നെ ഒരു കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത്, ടീമുകളിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ട്? ഓരോരുത്തരും വ്യത്യസ്തരാണ് എന്നത് തന്നെയാണ് ഇതിന്റെ കാരണം. അപ്പോ ഒരു ടീമായി നിൽക്കുമ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ കുറിച്ച് പരാതി പറയാനുണ്ടാവും, അയാൾ അങ്ങനെ ചെയ്തു, അയാൾ ഇങ്ങനെ ചെയ്തു, ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ടീമിലുണ്ടാവും. ആ ടീമിനെ നയിക്കുന്നവൻ എന്ന നിലയ്ക്ക്, അതിന്റെ ലീഡർ എന്ന നിലയ്ക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വന്ന 10 ആളും, നമ്മളെ കൂടെയുള്ള 10 ആളും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഫീലിംഗ് ആവണം. ഓരോ 10 ആളുകളോടും നമുക്ക് ഒരേ ബന്ധമാവണം. എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും എന്റെ കൂടെയുള്ളവരാ. അപ്പോ നമ്മള് ഒരാൾക്ക് ഒരു വിഷയത്തിൽ ഫേവർ ചെയ്ത് കൊടുക്കുക, അതേ വിഷയം മറ്റൊരാളോട് നമ്മൾ കണിശമായി പറയുക, ആ ഒരു രീതി ഉണ്ടാവരുത്. എല്ലാവരും ഒരേപോലെ പരിഗണിക്കണം. അവിടെ നീതി എന്താണോ അതിന്റെ കൂടെ നിന്നുകൊണ്ട് അവർക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി നമുക്ക് ഉണ്ടാവണം. അത് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെ? അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നല്ല വാക്കുകൾ കൊണ്ട് നമുക്കതിനെ പരിഹരിക്കാൻ പറ്റും. അവിടെ ഗ്രൂപ്പായിട്ടാവണം എന്നില്ല ചില വിഷയങ്ങൾ നമ്മൾ പരിഹരിക്കേണ്ടത്. നമ്മൾ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് വിളിച്ച് അവരോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് അതിനെ ഒന്ന് സോൾവ് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. ഒരു ലീഡർക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി കൂടിയാണത്. അപ്പൊ എന്ത് വിഷയം ഉണ്ടെങ്കിലും അത് എത്ര പെട്ടെന്ന് അയാൾ മാനേജ് ചെയ്തത്, അതൊക്കെ അയാൾ വളരെ സിമ്പിളായിട്ട്, വലിയ ഗൗരവത്തിൽ നിന്ന് വലിയ പ്രശ്നമായി വന്ന വിഷയങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് അത് സോൾവ് ചെയ്ത് വിടാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു കഴിവ്, അത് നമ്മുടെ സംസാരവും പെരുമാറ്റത്തിലൂടെയൊക്കെയാണ് അത് കൊണ്ടുവരേണ്ടത്. അപ്പൊ ആ രീതിയിൽ ഒരു സോൾവിങ് കപ്പാസിറ്റി കൂടി, അല്ലെങ്കിൽ അതിന്റെ ഒരു കഴിവ് കൂടി ലീഡേഴ്സ് എന്ന നിലയ്ക്ക് നമ്മളൊക്കെ ഒന്ന് ആർജിച്ചെടുക്കണം. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ കൂടെ വന്നവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് മാത്രമല്ല, അവർക്കും ഞാനൊരു ഡൗൺലൈൻ ആണ് എന്നും അദ്ദേഹം എന്റെ അപ്ലൈൻ ആണ് എന്നുള്ള ഫീലിംഗ് എന്നൊക്കെ മാറി ഞങ്ങൾ ഒന്നാണ് എന്നൊരു ഫീലിംഗ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഡ്യൂപ്ലിക്കേഷൻ വളരെ വേഗത്തിൽ നടക്കുകയും ചെയ്യും. അപ്പൊ കൂടെയുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുമ്പോൾ ബിസിനസ് അതിവേഗം വളരും. അവരും അത് അവരോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേ കാര്യം തന്നെ ബിസിനസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് പോലെ ഈ സ്വഭാവങ്ങളും ഈ റിലേഷൻഷിപ്പും എല്ലാം അവരും താഴേക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ ബിസിനസ് വളരാൻ അതേറെ ഉപകരിക്കും. അപ്പോ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബിസിനസ് ചെയ്യുന്നതിന്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഇവരാരും തന്നെ ഒരു യൂസിങ് കസ്റ്റമേഴ്സ് അല്ല, അവർ പ്രൊമോട്ടേഴ്സ് ആണ്. ആ ഒരു കാര്യമാണ് നമ്മുടെ ഡൗൺലൈനിലുള്ള ആളുകളെ കുറിച്ച് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പൊ ഡൗൺലൈൻ അപ്ലൈൻ എന്നതൊക്കെ നമ്മുടെ ബിസിനസിന്റെ ആ ഒരു ട്രീയുടെ ഭാഗമായി പോകുന്ന കാര്യങ്ങളായി മാത്രം കണ്ട് അവരെ മുന്നിൽ നിന്ന് മാതൃക പൂർണ്ണമായി നയിക്കാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ബിസിനസ് നമ്മിലേക്ക് കടന്നു വരും. അങ്ങനെ നല്ല ബിസിനസ്സുകൾ ചെയ്യാൻ, അതിവേഗം ബിസിനസ്സിൽ വളരാൻ, മുന്നേറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. താങ്ക് യു ആൾ.